ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളില്ലേ രണ്ടുപേരും വാമിയും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് ഈ എക്സൈറ്റ്മെൻറ്റ് എന്നുള്ള കാര്യമില്ലേ, അത് ഞങ്ങളിത് ഇപ്പം തന്നെ പറയാം നിങ്ങളോട് എന്തിനാ സർപ്രൈസ് വയ്ക്കുന്നതല്ലേ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലേ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ നമ്മളെ അറിയുന്നവർക്ക്, നമ്മളെ തൊട്ടറിയുന്നവർക്ക് ചിലർക്ക് അറിയാം എന്താണ് എക്സൈറ്റ്മെൻറ്റ് എന്ന്. കാര്യം എന്തായിരിക്കുന്നത് നമുക്ക് മീനുവിനോട് തന്നെ ചോദിക്കാം. എന്താ മീനു? നമ്മളൊരു പുതിയ കാർ എടുക്കണം. ആണ്, പുതിയ കാറല്ല കേട്ടോ, സെക്കൻഡ് ഹാൻഡ് കാറ്. അതായത് നമ്മുടെ ഇനി വരുന്ന യാത്രകളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെ ഉപകാരത്തിൽ വരുന്ന ഒരു കാറ് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു കാറ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പോവാ. അപ്പോഴേക്കും ഞാൻ കാറിനെ കുറിച്ച് എന്താണ് കാറ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോട്ടോ. ഞങ്ങൾ കീ ഒക്കെ മേടിച്ച വീഡിയോ ഒക്കെ കണ്ടിട്ട് പോവാം. അപ്പോഴേക്കും നമ്മുടെ കാറ് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ മെഴ്സിഡീസ് ബെൻസിലെ ലാസ്റ്റ് ട്രിപ്പാട്ടായിരുന്നു. മിസ് ചെയ്യും. നല്ല കിടുക്കാച്ചി വണ്ടിയായിരുന്നു ഇത്. മീനോ മിസ് ചെയ്യില്ലേടി? നമ്മുടെ കുറേ യാത്രകൾ, അതായത് 3 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവനാണ് ഇവൻ. അപ്പം ഇവൻ എന്തായാലും മിസ് ചെയ്യും. പക്ഷെ പുതിയ ഒരാൾ നമുക്ക് അത് ഭയങ്കര ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. ദേ നോക്കിക്കേ, നമ്മുടെ ടേബിൾ മൗണ്ടൻ കണ്ട, അങ്ങപ്പുറം ടേബിൾ മൗണ്ടനും കാണാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്ക് പുതിയ കാഴ്ചകൾ കാണാവേ. ഇങ്ങനെ നോക്കിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതാ കാരണല്ലേ, ആണ് കാർ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കാറ് കേട്ടോ. നല്ല കിടിലൻ കളറില്ല, ഗ്രേ കളറ് ലാൻഡ് റോവർ കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ ലാൻഡ് റോവറേ അതായത് നമ്മുടെ ഓഫ് റോഡിൻ്റെയൊക്കെ തൊട്ടപ്പന്നൊക്കെ പറയത്തില്ലേ, അതാണ് സാധനം ലാൻഡ് റോവർ കിട്ടു. അപ്പോൾ ഇതേ വാമിക്കുട്ടിയാണെങ്കിൽ വിശന്നട്ടെ. വാമിക്കുട്ടിക്ക് ഇത് ഇവിടെ ഇപ്പം ഈ ഷോറൂമേ അടച്ചു കേട്ടോ. ഇത് നമ്മളിപ്പം ഇത് വി ബൈ കാഴ്സ് എന്ന് പറഞ്ഞ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. ഫ്രീ ഓൺഡ് വെഹിക്കിൾസ് കിട്ടുന്ന ഷോറൂം. നമുക്ക് ഈ തരുവാണ് നിക്കോളാസ് കേട്ടോ. ഈസ് നിക്കോളാസ് ഹിയർ പ്ലസ് ലോട്ടെ. സോ താങ്ക് യു സോ മച്ച്. Congratulations, and I hope you have many safe ones. Yes, thank you much. അപ്പോൾ ഗൈസ് നമ്മുടെ കാർ കിട്ടിയിരിക്കും കേട്ടോ. അതേ വാമിയും മീനും അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട്. അപ്പോൾ നമ്മളിത് ഇത് ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ പോകുക കേട്ടോ. ഇത് നോക്കിക്കോട്ടോ. ഹലോ വാമി, നിനക്ക് വാമിക്ക് ഇഷ്ടമായ കാറ്? വാമിക്ക് ഇഷ്ടമായി. വാമിക്ക് ഇപ്പം എൻ്റെ കൂടെ വരണം, അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് കാറ്, നമ്മൾ മേടിച്ച ഷോറൂം ഇതാണ്. അപ്പോൾ ഈ കാർ നമ്മളിപ്പോൾ എടുത്തിട്ട് നമ്മളിപ്പം തിരിയും നമ്മുടെ യാത്രകൾക്കൊക്കെ ഇനി മെയിനായിട്ട് ഇവനാണ് കൂടെ ഉണ്ടാകാൻ പോകുന്നത്. നമുക്കിവര് പെട്രോൾ അടിക്കാൻ ഒരു വൗച്ചർ തന്നിട്ടുണ്ട്. എനിവേ അതും വെച്ചിട്ട് ഇനി ഇതാണ് കേട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയർ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. എന്തായാലും അതൊക്കെ വഴിയേ നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം വണ്ടി ഇവിടെ നിന്ന് പുറത്തിടക്കാം. ഇവിടെ ഷോറൂം അടച്ചു അല്ലടി മീനു? വിശിക്കുന്നുണ്ടല്ലേ? വാമിക്ക് ഇതൊക്കെ ഓട്ടി നടക്കാനുള്ള സ്പേസ് ആട്ടോ ഇതില്. 7 സീറ്ററാണ് വണ്ടിയെ. ഭയങ്കര വിശപ്പ്, കാരണം രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ അല്ല, ഒരു 10-12 മണി 1 മണിയൊക്കെ ആറായപ്പോഴാണ് വന്നത്. ഇപ്പോൾ 2 മണി 3:40 അപ്പോൾ ഞങ്ങളിതേ ഒരു മെക്ഡൊണാൾഡിൽ നിന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് വണ്ടീനെ കുറിച്ചൊക്കെ കാണിച്ചു തരാം. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഒന്നും എനിക്ക് ഇടാൻ അറിയത്തില്ല, കാരണം ഞാൻ ഇതുവരെ വണ്ടിയുടെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും അറിയുന്ന രീതിയിൽ നമുക്ക് വണ്ടിയുടെ റിവ്യൂ ഒരു പ്രാവശ്യം നമ്മൾ വീഡിയോ ആക്കി ഇടുന്നുണ്ട് എന്തായാലും. അപ്പോൾ മെക്ഡൊണാൾഡ് കഴിക്കല്ലേ മാമി? വാമിക്കുട്ടി ഉഷാറായിട്ടാ. വാമിക്കുട്ടി മെക്ഡൊണാൾഡ് കഴിച്ചാലോ നമുക്ക്? ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും, ഒരു ഹായ് പറഞ്ഞേ. പറഞ്ഞേടോ. മാമിക്കുട്ടി ചെറിയ ഒരു ഉറക്കപ്പിച്ചിലൊക്കെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ പൊളിക്കാം. നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലുക്കാല കാറ് കാണാനുണ്ടല്ലോ, വെട്ട ലുക്ക്. ഇതേ മാമിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. മാമിക്കുട്ടീനെ ഇവിടെ വെച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കീയൊക്കെ മേടിച്ച വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു ഈച്ച ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, കാർ എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ആ വീഡിയോ കണ്ടാവുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം ഏത് കാറാണ് നമ്മൾ എടുത്താക്കുന്നതെന്ന്. അതെ ഗൈസ്, നമ്മൾ എടുത്തിരിക്കുന്നത് ഡിസ്കവറി, അതും നമ്മുടെ ലാൻഡ് റോവർ ഡിസ്കവറി. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു 4x4 എടുക്കുക എന്നുള്ളത്, അല്ലേ മീനു? അതെ, 4x4 എടുത്തിട്ട് നമുക്ക് ലോങ് ട്രിപ്പൊക്കെ പോകണം. നമ്മുടെ വണ്ടിക്ക് ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരുന്നു നമ്മുടെ മെഴ്സിഡസിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് വലിയ വണ്ടി 4x4 ഒക്കെ എടുത്ത് ഇത്തിരി ഓഫ് റോഡൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. കാരണം ഇത് നമ്മൾ താമസിക്കുന്നത് കേപ്പ് ടൗൺ സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ഓഫ് റോഡ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ വ്യൂ. കണ്ട് നോക്കി, അടിപൊളിയല്ല. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക്, കാർ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ നിർത്തിയതാട്ടോ. നല്ല കിഡിലൻ വ്യൂവും കണ്ട് ഇങ്ങനെ നിർത്തി നമുക്ക് വണ്ടിയുടെ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വണ്ടി ഡിസ്കവറി സ്പോർട്ട് മോഡൽ HSE SI4 ലക്ഷറി മോഡലാണ്. ഇതിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ? നല്ല അട്രാക്റ്റീവ് കളറാട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത് 2 എക്സോസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്പോർട്സ് വണ്ടികൾക്കൊക്കെ കാണുന്ന പോലെ തന്നെ 2 എക്സോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ കളറ് കണ്ടോ? പിന്നെ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്നൊന്നും ആരും പറയത്തില്ല കേട്ടോ. കാരണം അതേപോലെയാണ് അവർ സൂക്ഷിച്ചത്. അന്നൊരു സിംഗിൾ ഓണറിൻ്റെ വണ്ടിയായിരുന്നു. അതേപോലെ പെയിൻറ്റും ഒരു സ്ക്രാച്ച് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു സ്ക്രാച്ച് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഇൻറ്റീരിയറും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇൻറ്റീരിയറും കൂടി കാണിച്ചിട്ട് റിവ്യൂ, നല്ല രീതിയിൽ റിവ്യൂ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാൻ ഒന്ന് പരിചയപ്പെട്ട് വരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ റിവ്യൂ എടുത്ത് തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കേട്ടോ. ഒരു ക്രീം കളറും ഒരു ബ്ലാക്കും കൂടി കോംബോ ചെയ്തിട്ട് വരുന്നത്. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഇവോക്ക് എടുക്കാനായിരുന്നു പ്ലാൻ. ഇവോക്ക് എടുക്കാൻ വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് 2 ഇവോക്കിന് ഞാൻ കൊടുത്തു, റേഞ്ച് റോവർ ഇവോക്കിന്. പക്ഷേ ഇവോക്ക് വെച്ച് നോക്കുമ്പോഴേ നമ്മൾ 2 ഫാമിലിയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. പിന്നെ സ്പേസും കുറവാണ്. ഇവോക്കിന് സാധാ ഒരു SUVയുടെ അത്രയും സ്പേസ് ഉള്ളൂ. ഡിക്കി സ്പേസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. 5 സീറ്ററാണ്. ഇതിപ്പം 7 സീറ്ററും കൂടിയാണ്. അതേ ഞാൻ കാണിച്ചു തരാവേ, പുറകിലും കൂടി തുറന്ന് കാണിച്ചു തരാം കേട്ടോ. വാമിയുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്ന് വരുന്നുള്ള ഒരു വ്യൂ. പിന്നെ ഇവിടെ 2 സീറ്റ് ഇവിടെ മടക്കിയിടാൻ പറ്റും. അവിടെ 2 സീറ്റ് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഡിക്കി സ്പേസ്. നോക്കിയാൽ നിങ്ങൾ, നല്ല കിഡിലൻ ഡിക്കി സ്പേസ് ആണ്. ശരിക്കും ഈ 2 സാധനം കൂടി മടക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബെഡ് ഇട്ട് വേണമെങ്കിൽ ബെഡിൽ കിടക്കുകയൊക്കെ ചെയ്യാം. അത്രയ്ക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡാഷ് ഇല്ലേ, നല്ല രീതിയിലാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലിയർ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്താക്കുന്നത്. നമ്മുടെ ഡിസ്പ്ലേയിൽ ലാൻഡ് റോവറിന് എഴുതി വന്നാക്കുന്നുണ്ടോ. ഒരു നോർമൽ ഈസി യൂസ് ഡിസ്പ്ലേ ആണ്. ഇതിൽ ഗിയറിൻ്റെ ഈ ഓട്ടോമാറ്റിക് ആണിത്. അപ്പം ഈ ഗിയറിൻ്റെ സെക്ഷനെല്ലാം പൊങ്ങി വരും. 2.0 ആണ്, പെട്രോൾ എഞ്ചിനാണ്. നല്ല അടിപൊളി വണ്ടി ആയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഇത്രയും നേരം അവിടെ നിന്ന്, അതായത് എടുത്തു കഴിഞ്ഞിട്ട് ഇത്രയും ദൂരം ഓടിച്ചുകൊണ്ട് വന്നിട്ട് കാല് കൊടുത്താൽ മതി, പറന്നാ പോകുന്നത് കേട്ടോ. പിന്നെ സ്പോർട്സ് മോഡലായതുകൊണ്ട് പറയണ്ടല്ലോ. ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും ഞാൻ ഇടുന്നുണ്ട് വണ്ടീനെ കുറിച്ച്. എനിക്ക് അത്രയ്ക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് നല്ലൊരു പനോരമിക് സൺറൂഫ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നല്ല അടിപൊളി വണ്ടി, ഒന്നും പറയാനില്ലാത്ത വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡിക്കിയുടെ സ്പേസും കൂടി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. മീനൊന്ന് ഓപ്പൺ ചെയ്തേടി. അതെ നോക്കിക്കോ, അടിപൊളി. അവിടെ ഒരു സ്വിച്ച് വെക്കാൻ മതി, ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ആണ്. ഇപ്പോഴത്തെ വണ്ടികൾക്കെല്ലാം അതാണ്, അത് പുതിയൊരു കാര്യമല്ല. എന്നാലും നിങ്ങൾ നോക്കിയേ, സ്പേസ് ഉണ്ടോ, എന്തൊരു സ്പേസ് അല്ലേ ശരിക്കും. ഇവിടെ ഒരു 2 സീറ്റും കൂടി ഉണ്ട് കേട്ടോ. 2 സീറ്റ് ഇവിടെ മടക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്, എന്തെല്ലാം ആവശ്യം സ്പേസല്ലേ. ഇവിടെ പിന്നെ നടയാൻ വേണ്ടി. ഓക്കെ, വാവ്, ശരിക്കും സാറ്റിസ്ഫൈഡ് എന്ന് പറയില്ലേ, ശരിക്കും സാറ്റിസ്ഫൈഡ്. എനിക്കിഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ മീനുവിനല്ലേ ഇഷ്ടപ്പെട്ട ഈ വണ്ടി അല്ലേ. കാരണം ഇവോക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇവോക്കിനേക്കാളും ഇഷ്ടപ്പെട്ടത് മീനുവിനെ. ഞാൻ വിചാരിച്ചു മീനുവിനെ ഇവോക്കായിരിക്കും ഇത്രയും കൂടി ഇഷ്ടപ്പെടുക. അതാണല്ലോ ഇത്രയും കൂടി ഒരു ക്യൂട്ട് ആൻഡ് കംഫർട്ടബിൾ വണ്ടി എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു ലുക്കാണ് ആ വണ്ടിക്ക്. പക്ഷേ ഈ വണ്ടി ഇത്രയും കൂടി വലിപ്പം കൂടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഇഷ്ടപ്പെടില്ല എന്ന്. പക്ഷേ അവൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് കണ്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞു, എൻ്റെ ഇത് സൂപ്പറാണല്ലോ വണ്ടി, അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ നന്നായി എടുത്തേക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തു. അപ്പം ഡീറ്റെയിൽ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓടിച്ചൊക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റൊക്കെ ആക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ, ഒന്നും വിചാരിക്കരുത്. അപ്പം നമുക്ക് വീട്ടിൽ നിന്നിട്ടാണ്.
ഓടിക്കാനുള്ള കംഫർട്ടബിൾ ഒന്നുമല്ല, പറയാനില്ല. അതേപോലെയാണ് വണ്ടി ഇങ്ങനെ എന്തോ ഇതിലിങ്ങനെ ഒഴുകി പോകത്തില്ല, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്തോ ഒരു പ്രത്യേകത. ഇങ്ങനത്തെ വണ്ടിനെ നമ്മൾ ഓടിക്കാത്തതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല. നമ്മള് ഇത്തിരി ചെറിയ വണ്ടികളാണല്ലോ അങ്ങനെ ഓടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് ഭയങ്കരമായിട്ട് കാലൊക്കെ കൊടുത്തെങ്കിൽ കാലോടെ പറഞ്ഞിട്ടാണ് അത്രയും സെറ്റപ്പ്. ഇത് ഞാനാണെങ്കിൽ എക്കോ മോഡിലായിട്ടായിരുന്നു, സ്പോർട്സ് മോഡിൽ എക്കോ മോഡിലായിട്ടത്. എക്കോ മോഡ് നോക്കാൻ വേണ്ടി സ്പോർട്സ് മോഡിലും കൂടി അല്ലാട്ടോ കിടക്കുന്നത്. എന്നിട്ട് കാലോടെ തന്നെ പറന്നാ പോകുന്ന വണ്ടി. ഒരു ക്യാമറ ഉണ്ട്, അതുകൊണ്ട് സ്ലോ ആക്കിയിട്ട് പോകും, അല്ലെങ്കിൽ ഫൈനും വീട്ടിലേക്ക് വരും. ഇതേ വണ്ടി നമ്മൾ സുരക്ഷിതമായിട്ട് കൊണ്ട് ഗ്യാരേജിൽ പാർക്ക് ചെയ്തു കേട്ടോ. വണ്ടി കിടക്കും, കുഴപ്പമൊന്നുമില്ല. ഗ്യാരേജിലേക്ക് ഇനിയും വേണമെങ്കിൽ ഒന്ന് ഒതുക്കിയിട്ട് വേണമെങ്കിൽ ഒരു വണ്ടി കൂടി കിടക്കും കേട്ടോ. അപ്പം വണ്ടി ഇത് കിടുക്കാച്ചിയുടെ വണ്ടി, ഒരു രക്ഷയില്ല. ഞാൻ കുറേ നേരമായി കിടുക്കാച്ചി എന്ന് പറയുന്നത് ഉള്ളതായതുകൊണ്ടാട്ടോ പറയുന്നത്. ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെയൊക്കെ സെറ്റപ്പ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ല പൊളി സാധനം അല്ലടി മീനു? നിനക്ക് എങ്ങനെയുണ്ട്, നിൻ്റെ അഭിപ്രായം എന്നാ? ലാൻഡ് റോവർ എന്ന് പറഞ്ഞിട്ടല്ലേ? അതെ, ലാൻഡ് റോവറിലൊക്കെ കയറാൻ പറ്റുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അതിൻ്റെ ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയും കൂടിയുള്ള പ്രിപ്പറേഷനാണ് ഈ കാർ എടുത്തത്. ഇനി നമ്മുടെ കിടുക്കാച്ചി ട്രിപ്പ്, നമ്മൾ പോകാത്ത പല സ്ഥലങ്ങളും നമ്മൾ ടെറൈൻസും എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഫാമിലി ആയിട്ട്. അതും നമ്മുടെ പേരിൻ്റെ ഇതുപോലെ തന്നെ ക്യാമ്പിങ്, അതായത് ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ എന്നാണല്ലോ. അപ്പോൾ ക്യാമ്പിങ് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പല റോഡുകളും ഓഫ് റോഡുകളും ഓവർലാൻഡിങ്ങും എല്ലാ എക്സ്പീരിയൻസും നമ്മൾ കൊണ്ടുവരുന്ന കേട്ടോ. അപ്പം അങ്ങനെ വിശേഷങ്ങൾ. താങ്ക് യു, ബൈ ബൈ. വാമി ഉറങ്ങിയിട്ടാ പാവം.